ഹായ് ഫ്രണ്ട്സ്, GB വിഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും കൃത്യമായ സ്വാഗതം. ഇന്ന് ആസ് യൂഷ്വൽ 10ാം ക്ലാസ് ബയോളജിയിലെ 4ാമത്തെ പാഠത്തിന്റെ 3ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ വിവിധ രോഗങ്ങൾ, ബാക്ടീരിയ ഉണ്ടാക്കുന്ന, വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ തേർഡ് കാറ്റഗറി ഓഫ് പാത്തജൻസിന്റെ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളിലെ 3ാമത്തെ വിഭാഗമാണ് പരിചയപ്പെടാൻ പോകുന്നത്. 3ാമത്തെയും 4ാമത്തെയും വിഭാഗങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. 3ാമത്തെ കാറ്റഗറി ഓഫ് മൈക്രോ പാത്തോജൻ എന്ന് പറയുന്നത് തീർച്ചയായും ഫംഗസുകൾ, വളരെ ലഘുവായ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ഡിസീസസ്, എസ്പെഷ്യലി സ്കിൻ ഡിസീസസ് ഉണ്ടാക്കാൻ കാരണമാകുന്ന മൈക്രോബ്സ് ആണ് ഫംഗസ് എന്ന് പറയുന്നത്. ഫംഗസ് വിവിധ ഭാഗങ്ങളിലൂടെ, പ്രത്യേകിച്ചും ഫുഡിലൂടെയൊക്കെ ആവാം നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്, പല രീതിയിലൂടെ പ്രവേശിക്കാറുണ്ട്. ഫംഗസ് നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ദേ വിൽ പ്രൊഡ്യൂസ് സം ടോക്സിൻസ്, ചില വിഷപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ആ വിഷപദാർത്ഥങ്ങൾ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതാണ്. ഫംഗസ് ഉണ്ടാക്കുന്ന 2 പ്രധാനപ്പെട്ട ഡിസീസസ് എന്ന് പറയുന്നത്, നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഡിസീസസ് എന്ന് പറയുന്നത്, ഒന്ന് റിംഗ് വേം ഡിസീസ് അഥവാ വട്ടച്ചൊറി, മറ്റൊന്ന് അത്ലസ് ഫുഡ്. ദീസ് ആർ ദ മെയിൻ ഡിസീസസ് ബൈ ഫംഗസ്. റിംഗ് വേം ഡിസീസ്, വട്ടച്ചൊറി, പേര് കേൾക്കുന്ന പോലെ തന്നെ റിംഗ് വേം, നമ്മളെ സ്കിന്നിലൊക്കെ വൃത്താകൃതിയിലുള്ള പാച്ചസ് ഫോം ചെയ്യാൻ കാരണമാകുന്നതാണ് ഈ ഡിസീസ്. നല്ല ഇച്ചിങ് ഉണ്ടാക്കുന്ന രൂപത്തിൽ, ചൊറിച്ചിലുണ്ടാക്കുന്ന രൂപത്തിലുള്ള റൗണ്ട് വൂണ്ട് ഫോം ചെയ്യുന്നതിന് കാരണമാകുന്നു. ആ ഡിസീസാണ് റിംഗ് വേം, വട്ടച്ചൊറി എന്ന് പറയുന്നത്. പേര് കേൾക്കുന്ന പോലെ തന്നെയാണ്. നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഫംഗസുകൾ സ്കിന്നിൽ ഈ പരുവത്തിലുള്ള ചില റൗണ്ട് വൂൺസ് ഫോം ചെയ്യാൻ കാരണമാകുന്നു. ഇത് പ്രധാനമായിട്ടും സ്പ്രെഡ് ചെയ്യുന്നത് ത്രൂ ദ ടച്ച് ആൻഡ് കോണ്ടാക്ട്, പല രീതിയിലുള്ള കോണ്ടാക്ടിലൂടെ, ടച്ചിലൂടെ. ഇപ്പോൾ പേഷ്യന്റ് ഉപയോഗിക്കുന്ന ഡ്രസ്സ് നമ്മൾ ഉപയോഗിച്ചത്, ദാറ്റ് ഇസ് എ കോണ്ടാക്ട്. ഡ്രസ്സ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഡ്രസ്സിലൂടെ മൈക്രോബ്സ് നമ്മുടെ സ്കിന്നിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. ആ രീതിയിൽ അത് ടച്ച്, അല്ലെങ്കിൽ അയാളെ വൂണ്ട് നമ്മൾ ടച്ച് ചെയ്തതിനു ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും വൂണ്ട് ഉണ്ടെങ്കിൽ ആ വൂണ്ടിലൂടെ ഈ മൈക്രോബ്സ് നമ്മളിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ത്രൂ ദ ടച്ച് ആൻഡ് കോണ്ടാക്ട് ഈസ് ദ മെയിൻ വേ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് റിംഗ് വേം ഡിസീസ്. അതായത് വട്ടച്ചൊറി ട്രാൻസ്മിറ്റ് ചെയ്യാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട 2 വഴികൾ സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ്. കാര്യമായ ചികിത്സ വലിയ പ്രയാസം ഉണ്ടാക്കുന്നല്ല. പക്ഷെ ഈ പുറത്ത് ഈ സ്കിന്നിൽ പറഞ്ഞ പോലുള്ള റാഷസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന മെന്റൽ ഡിസോർഡർ, നമുക്ക് മാനസിക പ്രയാസം ഉണ്ടാകും. അത് മാത്രമേ വലിയ പ്രശ്നമായി മാറുള്ളൂ. അതല്ലാതെ വലിയ ഇഷ്യൂ ആയിട്ട് ഇത് മാറാറില്ല. ദ സെക്കൻഡ് വൺ, അത്ലസ് ഫുഡ്. 2ാമത്തെ രോഗമാണ് അത്ലസ് ഫുഡ് എന്ന് പറയുന്നത്. അത്ലസ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിന്റെ സോളിൽ, കാൽപാദത്തിലും ബിറ്റ്വീൻ ദ ടോസ്, വിരലുകൾക്കിടയിൽ, കാൽവിരലുകൾക്കിടയിലും കാൽപാദം, ടോസ് ആൻഡ് സോൾ ഓഫ് ദ ലെഗ്, നമ്മുടെ ഇച്ചിങ് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ചില സ്കെയിൽസ് ഫോം ചെയ്യുന്നതാണ് അത്ലസ് ഫുഡ് എന്ന് പറയുന്നത്. ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന ചില ശൽക്കങ്ങൾ, നിങ്ങൾ ചെറുതായിട്ട് മാന്തി കഴിഞ്ഞാൽ പൊളിഞ്ഞു പോരുന്ന രൂപത്തിലുള്ള സ്കെയിൽസ്, ശൽക്കങ്ങൾ ഫോം ചെയ്യും. നല്ല ചൊറിച്ചിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ബിറ്റ്വീൻ ദ ടോസ് ആൻഡ് സോൾ ഓഫ് ദ ലെഗ്, കാൽവിരലുകൾക്കിടയിലും കാൽപാദത്തിലും ചൊറിച്ചിലുണ്ടാക്കുന്ന രൂപത്തിലുള്ള സ്കെയിൽസ്, ചില ശൽക്കങ്ങൾ ഫോം ചെയ്യുന്നതാണ് അത്ലസ് ഫുഡ് എന്ന് പറയുന്നത്. ഇവിടെയും പ്രധാനമായും പേഷ്യന്റുമായിട്ടുള്ള കോണ്ടാക്റ്റിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുക. ആ രോഗി ഉപയോഗിക്കുന്ന ചപ്പൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അദ്ദേഹവും നമ്മളും ഒരേ വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വഴിയിലൂടെയൊക്കെ നമുക്ക് ദെയർ ഈസ് എ ചാൻസ് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് അത്ലസ് ഫുഡ് എന്ന് പറയുന്നത്. ഇതും മഴക്കാലമാകുന്ന സമയത്ത് സാധാരണ നമ്മുടെയൊക്കെ കാലുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഇച്ചിങ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഒരു തരത്തിലുള്ള അത്ലസ് ഫുഡ് ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കാറില്ല. ചെറിയ വേദനയും ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. നമ്മളത് കാര്യമായ മരുന്ന് കഴിച്ച് ചികിത്സിക്കപ്പെടേണ്ട ഡിസീസ് ആണ് എന്ന് നമ്മൾ പറയാറില്ല. ഓക്കെ, ദീസ് ആർ ദ ഡിസീസസ് ബൈ ഫംഗസ്, അത്ലസ് ഫുഡ് ആൻഡ് റിംഗ് വേം ഡിസീസ്. ഓക്കെ, ആൻഡ് ദ 4th കാറ്റഗറി, അടുത്ത കാറ്റഗറി പറയുന്നത് പ്രോട്ടോസോവ. Protozoans are the next category of pathogen. Protozoans unicellular organisms are as bacteria. Unicellular ആണ്. ബാക്ടീരിയയിൽ നിന്നും യൂണിസെല്ലുലാർ ആണെങ്കിലും ഫംഗസിനുള്ള ഒരു വ്യത്യാസം എന്ന് പറയാം, പ്രോട്ടോസോവയ്ക്കുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് they are eukaryotic. Bacteria are prokaryote.
ഇത് യൂക്കാരിയോട്ടാണ്. ഇറ്റ് ഹാസ് എ ന്യൂക്ലിയസ്. ഒരു ഡിഫൈൻഡ് ന്യൂക്ലിയസ് പ്രോട്ടോസോവൻസിൽ കാണപ്പെടുന്നുണ്ട്. ന്യൂക്ലിയസ് ഇല്ലാത്തവയെ പ്രോകാരിയോട്ട് എന്നും ഉള്ളവയെ യൂക്കാരിയോട്ട് എന്നും ആണ് തരംതിരിക്കാറുള്ളത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അവസാന ചാപ്റ്ററിലേക്ക് ഈ സംഭവം ഇനി ആവശ്യമായി വരികയും ചെയ്യും, ഓർത്തു വയ്ക്കാം. അപ്പം വിത്ത് എ സ്പെഷ്യൽ ന്യൂക്ലിയസ്, ഒരു ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള യൂണിസെല്ലാർ ഓർഗാനിസമാണ് പ്രോട്ടോസോവൻസ്. ആ പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മലമ്പനി ഓർ മലേറിയ. പ്രോട്ടോസോവൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന് പറയുന്നത്. മലേറിയ ഉണ്ടാക്കാൻ കാരണമായ പ്രോട്ടോസോവയുടെ പേര്, പ്രോട്ടോസോവൻസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിൽ മലേറിയക്ക് കാരണമായ ടൈപ്പ് ഓഫ് പ്രോട്ടോസോവ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം വിഭാഗത്തിൽ വിടുന്ന പ്രോട്ടോസോവൻസ് ആണ് ഈ മലേറിയ ഓർ മലമ്പനി ഉണ്ടാക്കുന്നതിന് കാരണം. ഒരു കാലത്ത് വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഒരു ഡിസീസാണ്. ഒരുപാട് ചർച്ച ചെയ്ത ഒരു രോഗമാണ് ഈ മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കിയ, നമുക്ക് കാര്യമായിട്ട് പിടുത്തം കിട്ടാതെ പോയ ഒരു ഡിസീസ് കൂടിയാണ് ഈ പറഞ്ഞ മലേറിയ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോസോവയിൽ പെടുന്ന പ്ലാസ്മോഡിയം പ്രോട്ടോസോവ ഈസ് ദ കോസറ്റീവ് ഏജന്റ് ഓഫ് മലേറിയ. ഇതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറയുന്നത്, വേ ഓഫ് ട്രാൻസ്മിഷൻ, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതി പറയുന്നത് ത്രൂ ദ മോസ്കിറ്റോസ്. Mosquitoes are the way of the messenger or the carrier of microbes from the patient to the another person. രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗാണുക്കളെ കൊണ്ടെത്തിക്കാൻ കാരണമാകുന്ന കാരിയർ എന്ന് പറയുന്നത് that is mosquitoes ആണ്. Anopheles mosquitoes are the mosquito which carrying microbes from the patient to the another person. അനോഫിലസ് വിഭാഗത്തിൽപ്പെടുന്ന മോസ്കിറ്റോസ് ആണ് ഈ പറഞ്ഞ മലമ്പനിക്ക് കാരണമാകുന്ന പ്ലാസ്മോഡിയം പ്രോട്ടോസോവൻസിനെ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ കാരണമാകുക. രോഗിയെ ഈ കൊതുക് കടിക്കുന്ന സമയത്ത് അതിലേക്ക് അതിന്റെ ശരീരഭാഗങ്ങളിൽ ഈ മൈക്രോബ്സ് ഉണ്ടാകും. അത് പിന്നീട് മറ്റൊരാളെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും അയാൾക്ക് ഡിസീസ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. പ്രധാനമായും ഇവിടെ ഫീവർ വിത്ത് ഷിവറിംഗ് ഇസ് ദ മെയിൻ സിംറ്റം ഓഫ് മലേറിയ. കുളിരും വിറയലോടും കൂടിയ പനിയാണ്. ആൻഡ് ഹെഡേക്ക് ഫോം ചെയ്യാറുണ്ട്, എനിക്ക് ഹെഡേക്ക് ഉണ്ടാവാറുണ്ട്, അമിതമായ വിയർപ്പ് അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സിംറ്റംസ് ആയിട്ട് ഈ മലേറിയയുടെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. പ്രധാനമായും ഇത്തരത്തിലുള്ള രോഗങ്ങളാണ് മലേറിയ ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ ഈ പറഞ്ഞൊക്കെയാണ്. ഛർദി ഉണ്ടാവാം, വൊമിറ്റിംഗ് ഉണ്ടാവാം, ഡയേറിയ, വയറിളക്കം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ലക്ഷണം കൂടെ ഈ രോഗത്തിൽ ഉണ്ടാവാറുണ്ട്. തുടർച്ചയായ ഛർദിയും തുടർച്ചയായ ഡയേറിയ വയറിളക്കവും മൂലം അതൊരു വിളർച്ച, അനീമിക്കാവുന്നതിന്, പേഷ്യന്റ് അനീമിക്കാവുന്നതിനും കാരണമാകും, വിളറിപ്പോകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. ഇതാണ് മലേറിയ കോസറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മോഡിയം പ്രോട്ടോസോവൻസ് ആണ്. അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അനോഫിലസ് മോസ്കിറ്റോസ് ആണ്. മെയിൻ സിംറ്റംസ് പറയുന്നത് ഫീവർ വിത്ത് ഷിവറിംഗ് ആണ്, വിറയലോട് കൂടിയ പനിയാണ്, ഹെഡേക്ക് ഉണ്ടാകുന്നുണ്ട്, ആൻഡ് കണ്ടിന്യൂസ് സ്വെറ്റിംഗ്, അമിതമായ വിയർപ്പ് ഉണ്ടാകുന്നുണ്ട്, വൊമിറ്റിംഗ് ഉണ്ടാകുന്നുണ്ട്, ഡയേറിയ ഉണ്ടാകുന്നുണ്ട്. ആസ് എ റിസൾട്ട് അത് അനീമിക് ആവുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വി ക്യാൻ കൺട്രോൾ ഡിസീസ് ബൈ കൺട്രോൾ ദ പ്രൊഡക്ഷൻ, കൺട്രോൾ ദ ഗ്രോത്ത് ഓഫ് മോസ്കിറ്റോസ്. മോസ്കിറ്റോസിന്റെ ഗ്രോത്ത് തടയുന്നതിലൂടെ നമുക്ക് ഈ രോഗത്തിന്റെ ട്രാൻസ്മിഷൻ തടയാൻ സാധിക്കും. ഇതാണ് നമുക്ക് മലേറിയയുമായി ബന്ധപ്പെട്ട്, പ്രോട്ടോസോവൻസ് ഉണ്ടാക്കുന്ന ഡിസീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഇത്രയാണ്. ആൻഡ് ലാസ്റ്റ് പാത്തോജൻ വേംസ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസോട് പറഞ്ഞാൽ നമുക്ക് ഈ കാറ്റഗറി നമ്മൾ അവസാനിപ്പിക്കാം. വിരകൾ ഉണ്ടാക്കുന്ന രോഗം ഒരു പ്രധാനപ്പെട്ട രോഗമാണ്. നമുക്ക് മന്ത് ഓർ ഫിലേരിയാസിസ്, വളരെ ഡേഞ്ചറസ് ആയ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസീസാണ് ഫിലേരിയാസിസ് ബൈ വേംസ്. ആ വേമിന്റെ പേര് ഫിലേരിയൽ വേം എന്നാണ്. ഫൈലേരിയൽ വിര എന്ന് പറയും, ഫൈലേരിയൽ വേം എന്ന് പറയും. ഫിലേരിയൽ വേം ഉണ്ടാക്കുന്ന ഡിസീസിന്റെ പേരാണ് ഫിലേരിയാസിസ്, മന്ത്. ട്രീറ്റ്മെന്റ്, ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഡിസീസാണ്. അതുകൊണ്ടാണ് അല്പം പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പറയാനുള്ള കാരണം അതാണ്.
ഇവിടെ എന്താ സംഭവിക്കുന്നത്? മൈക്രോബ് നമ്മുടെ ബോഡിക്കകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്രധാനപ്പെട്ട ഏരിയ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്, മൈക്രോബ്സിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റമാണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് അവിടെ കിടന്ന് മൾട്ടിപ്ലിക്കേഷൻ നടത്തി ക്രമേണ ലിംഫാറ്റിക് ഡക്റ്റ് ബ്ലോക്ക് ചെയ്യപ്പെടാൻ കാരണമാകും. ലിംഫ് ഒഴുകിപ്പോകുന്ന കുഴലുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുകയും തടസ്സപ്പെടുകയും ലിംഫിന്റെ സ്റ്റാഗ്നേഷൻ സംഭവിക്കാൻ കാരണമാവുകയും ചെയ്യും. ഈ ഇതിന്റെ ലിംഫ് അഥവാ ടിഷ്യൂ ദ്രവത്തിന്റെ ഫ്ലോ, അതിന്റെ താഴെ പ്രവാഹം തടസ്സപ്പെടുകയും കെട്ടിക്കിടക്കുകയും ആസ് എ റിസൾട്ട് ആ പോർഷൻ ക്രമേണ എൻലാർജ് ചെയ്തു വരികയും ചെയ്തു. കയ്യിലോ കാലിലോ ഉള്ള ലിംഫാറ്റിക് വെസൽസിൽ ഫലേരിയൽ വേം എൻ്റർ ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ നടത്തി നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ പ്രവാഹം തടസ്സപ്പെടുത്തി അതവിടെ കെട്ടിക്കിടന്ന് അത് ക്രമേണ കെട്ടിക്കിടക്കുന്നതിനനുസരിച്ച് ആ ശരീരഭാഗം വളർന്ന് വലുതാകുന്ന രോഗമാണ് ഫിലേരിയാസിസ് അഥവാ മന്ത് എന്ന് പറയും. ആദ്യ കാലഘട്ടങ്ങളിൽ മലയാളത്തിൽ ഈ രോഗത്തിനുണ്ടായിരുന്ന പേര് ആനക്കാൽ രോഗം എന്ന് പറയാറുണ്ട്. ആനക്കാൽ രോഗം, അതിൽ നിന്ന് തന്നെ ഈ രോഗത്തിന്റെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു കാലിൽ ഒരു കയ്യിലൊക്കെയാണ് രോഗം ബാധിക്കുക. ഒരു കാൽ രണ്ടാമത്തെ കാലിനേക്കാളും ഒരു 5-6 ഇരട്ടി വലുപ്പം ഉണ്ടായിരിക്കും, നല്ല വലുതായിട്ട് വരും. അപ്പൊ നടക്കാനും നമുക്ക് ഓടാനും ഒക്കെ വലിയ പ്രയാസം ഉണ്ടാക്കാൻ ഈ ഒരു കണ്ടീഷൻ കാരണമാകുന്നുണ്ട്. ഇത് ഒരു ഡെത്ത് കോസിംഗ് ഡിസീസ് അല്ല, മരണകാരണമാകുന്ന രോഗമാണെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ നമുക്കറിയാം, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു കാല് മറ്റേ കാലിനേക്കാൾ ഒരുപാട് വലുപ്പം ഉണ്ടാവുക, ശരിയായ രീതിയിൽ നടക്കാൻ കഴിയാതെ വരിക, കാലിന്റെ താഴ്ഭാഗത്തൊക്കെ ചെറിയ മുറിവുകളുണ്ടാവും, ആ മുറിവിലൂടെ മന്ത് നീര് നിരന്തരമായി പുറത്തേക്ക് ഒഴുകുക, ഈച്ചയുടെ ശല്യം ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മരണം കാരണമാകുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ മെന്റൽ കണ്ടീഷൻ ആലോചിച്ച് നോക്കൂ, ആരും അങ്ങോട്ട് അടുപ്പിക്കാത്ത അവസ്ഥയുണ്ടാവും. ഇത് ഹൈലി ട്രാൻസ്മിറ്റബിൾ ആണ്, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക കൂടെ ചെയ്യുന്നു ഈ ഡിസീസ്, അതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ക്യുലക്സ് മോസ്കിറ്റോ ഈസ് ദ വെക്ടർ ഓഫ് ഫിലേരിയാസിസ്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെടുന്ന മോസ്കിറ്റോസിലൂടെയാണ് ഈ ഡിസീസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വ്യാപിക്കുക. അവിടെ ഒരു സമാധാനം അതാണ്, എല്ലാ കൊതുക് കടിക്കുന്നതിലൂടെയും രോഗം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. ക്യൂലെക്സ് മോസ്കിറ്റോസിലൂടെ മാത്രമേ ഡിസീസിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നുള്ളൂ എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ കഴിയാത്ത നിലവിൽ ഒരു നിലക്കും ട്രീറ്റ് ചെയ്തെടുക്കാൻ കഴിയാത്ത ഡിസീസ് കൂടിയാണ് ഫിലേരിയാസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊക്കെയും വർഷാവർഷങ്ങളിൽ നമ്മുടെ സർക്കാർ വഴി ഈ മന്ത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ ഗുളികകൾ തരാറുണ്ട്. ഫിലേരിയാസിസിന് DEC ആൽബൻഡസോൾ ടാബ്ലറ്റ്സ് ഒക്കെ തരാറുണ്ട്. അത്തരം പ്രതിരോധ മരുന്നുകളൊക്കെയും ഈ രോഗത്തിന്റെ വരാനുള്ള സാധ്യതകളെ പൂർണ്ണമായും തടയുകയല്ല. മീൻസ് നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരു പ്രതിരോധ മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിന്റെ ഭാവിയിലുള്ള ഏത് സമയത്തുള്ള വരാനുള്ള സാധ്യതകളെയും തടയാൻ ആണ് വേണ്ടി നമ്മൾ പ്രതിരോധ മരുന്ന് കഴിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു നിശ്ചിത കാലയളവിലേക്ക് ആ രോഗത്തിന്റെ സാധ്യതയെ തടയുന്നതിന് നമുക്ക് ഈ DEC ആൽബൻഡസോൾ പോലുള്ള മന്ത് പ്രതിരോധ ഗുളികകൾ ഉപയോഗിക്കുന്നതിലൂടെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അവസരം കിട്ടുന്ന സമയത്ത് അത്തരം ടാബ്ലറ്റ്സ് കഴിച്ച് ഈ രോഗത്തിന്റെ വ്യാപനം തടയുന്നതിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ട്. അതല്ലാതെ വേറൊരു മാർഗം ഇല്ല. ഇപ്പൊ നമുക്കതിനെ കുറിച്ച് ഭീകരത ബോധ്യപ്പെടാത്തതിന് കാരണം എന്താണ്? മന്ത് രോഗിയെ കാണാനില്ല എന്നുള്ളതാണ്. മന്ത് രോഗി ഇല്ലാതിരിക്കാനുള്ള കാരണവും ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെയും ഫലപ്രദമായി നടന്നതുകൊണ്ടാണ് എന്ന് ഓർക്കുക. ഇതാണ് വിര മൂലമുണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഡിസീസ് ഫിലേരിയാസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെയും വേ ഓഫ് ട്രാൻസ്മിഷൻ ത്രൂ ദ മോസ്കിറ്റോസ് ഓർക്കുക. അപ്പൊ നമുക്ക് മലേറിയയും ഫിലേരിയാസിസിനെയും ഒന്നിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കണ്ടെത്താവുന്ന കാര്യം എന്താണ്? certain diseases are transmitted through the mosquitoes. ചില രോഗങ്ങൾ എന്തിലൂടെ പകരുന്നുണ്ട്? മോസ്കിറ്റോസിലൂടെ, കൊതുകുകളിലൂടെ പകരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും കൊതുക് നശീകരണം ഈ ഇത്തരത്തിലുള്ള രോഗങ്ങളെ തടയാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട, നമുക്കറിയാം ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ മോസ്കിറ്റോസിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗങ്ങളാണ്. വളരെ മാരകമായ രോഗങ്ങളുണ്ട്. അതുകൊണ്ട് മോസ്കിറ്റോസിന്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഡിസ്ട്രക്ഷൻ ഓഫ് മോസ്കിറ്റോസ്, ദ പോസിബിലിറ്റി ഓഫ് ദ ഗ്രോത്ത് ഓഫ് മോസ്കിറ്റോ, ആ പോസിബിലിറ്റി ഏറെക്കുറെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. മോസ്കിറ്റോസിന് വളരാൻ ആവശ്യമായ സാഹചര്യം ഏറെക്കുറെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ചിരട്ടകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ മഴ പെയ്യുന്ന സമയത്ത് അതിലൊക്കെ മഴവെള്ളം നിറയുകയും ആ മഴവെള്ളത്തിൽ മോസ്കിറ്റോസ് മുട്ടയിടുകയും
കൂത്താടി ഉണ്ടാവുകയും അത് നമ്മെ തന്നെ കടിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് മോസ്കിറ്റോ കൺട്രോളിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമായി പറയുന്നത് ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കുക എന്നാണ്. കേട്ടിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഡേ എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പറമ്പൊക്കെ നടന്നൊക്കെ വെട്ടിത്തെളിച്ച് ഇത്തരത്തിലുള്ള പാത്രങ്ങളോ കുപ്പികളോ ചിരട്ടകളോ ടയറുകളോ റബ്ബർ ഷീറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അലക്ഷ്യമായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ മറച്ചിട്ട് അത് മഴ കൊള്ളാത്ത രീതിയിലേക്ക് എവിടെയെങ്കിലും ഒതുക്കി വെക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് കൊതുക് വരാനുള്ള സാധ്യതകളെ മാക്സിമം കുറയ്ക്കാൻ സാധിക്കുന്നു, മിനിമൈസ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ കൊതുകിന്റെ സാധ്യത മിനിമൈസ് ചെയ്യുന്നതിലൂടെ we can avoid the diseases like filariasis and malaria. Okay, ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡിസീസസ് ബൈ പാത്തോജൻസ്, രോഗാണുക്കളിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന കാറ്റഗറിയിൽ വരുന്നത് ഇത്രയും രോഗങ്ങളാണ്. അപ്പോൾ ഡിസീസസ് ഓഫ് ബാക്ടീരിയ, ഡിസീസസ് ഓഫ് വൈറസസ്, ഡിസീസസ് ഓഫ് പ്രോട്ടോസോവ, ഡിസീസസ് ഓഫ് ഫംഗസ് ആൻഡ് ഡിസീസസ് ഓഫ് വേംസ്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് രോഗാണുക്കളിലൂടെ ഉണ്ടാക്കുന്ന രോഗങ്ങളിൽ കൂടുതൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഡിസീസസ് വിത്തൗട്ട് മൈക്രോബ്സ്. നമ്മൾ ലോകത്തെ എല്ലാ രോഗങ്ങളും എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ഒരു സ്പെഷ്യൽ പാത്തോജൻസിനെ എല്ലാത്തിനും കണ്ടുകൊള്ളുന്നില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലായി പറഞ്ഞിട്ടുള്ള ചില രോഗങ്ങളുണ്ട്. ഇപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്, കളർ ബ്ലൈൻഡ്നെസ്. എന്താ ഇവിടെ പാത്തോജൻ എന്താണ്, മൈക്രോബ് എന്താണ്? There is no particular microbe. അതിന് റീസൺ വേറെയാണ്. ഡയബറ്റീസ്, നമുക്കൊരു സ്പെഷ്യൽ മൈക്രോബിനെ പറയാനില്ലല്ലോ. അപ്പോൾ മൈക്രോബ്സിലൂടെ അല്ലാതെയും മറ്റു പല കാരണങ്ങളാലും എന്തുണ്ടാവാം, വിവിധ ഡിസീസസ് ഉണ്ടാവാം എന്നതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. ഡിസീസസ് വിത്തൗട്ട് മൈക്രോബ്സ്, രോഗാണുക്കളിലൂടെ അല്ലാതെയും ഉണ്ടാകുന്ന രോഗങ്ങൾ. അങ്ങനെ ഒരു കാറ്റഗറിയാണ് ഇനി ചർച്ച ചെയ്യുന്നത്. അങ്ങനെ രോഗാണുക്കളിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളെ നമ്മളൊരു 4 കാറ്റഗറി ആയിട്ട് തരംതിരിക്കുകയാണ്. അത്തരം രോഗങ്ങൾ 4 കാറ്റഗറി ആയിട്ട്. അതിലൊന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിത ശൈലി രോഗങ്ങൾ. നമ്മുടെ ജീവിത ക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഭക്ഷണക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമുണ്ടായേക്കാവുന്ന രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. 2 ജനറ്റിക് ഡിസീസസ്, നമ്മുടെ ജനറ്റിക് സ്ട്രക്ചറിൽ വരുന്ന മാറ്റം ഉണ്ടാക്കുന്ന ഡിസീസസ്. 3 ഒക്യുപ്പേഷണൽ ഡിസീസസ്. ഒക്യുപ്പേഷണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് മേഖലയിലാണോ ജോലി എടുക്കുന്നത് ആ ജോലി എടുക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായേക്കാവുന്ന രോഗങ്ങൾ. ആൻഡ് ദ 4th one മാൽ ന്യൂട്രീഷണൽ ഡിസീസസ്, പോഷക ദൗർലഭ്യം മൂലമുണ്ടാകുന്നു, വേണ്ടത്ര പോഷകങ്ങൾ വേണ്ട സമയത്ത് ലഭിക്കാത്ത മൂലമുണ്ടാകുന്ന രോഗം. അപ്പൊ നമുക്ക് രോഗാണുക്കളിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് ഈ 4 കാറ്റഗറിയായി തരംതിരിക്കാം. ഇതില് 2 കാറ്റഗറി നിങ്ങൾ നേരത്തെ വിശദമായി പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്നില്ല. ഫസ്റ്റ് വൺ ഒക്യുപ്പേഷണൽ ഡിസീസസ്, തൊഴിൽ ജന്യ രോഗങ്ങൾ. ചെറിയ ക്ലാസ്സിലൊക്കെ നേരിട്ട് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതായതുകൊണ്ട് ഇവിടെ നമ്മളത് വലിയ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. എങ്കിലും നമ്മൾ ഓർത്തു വയ്ക്കാം. ഒക്യുപ്പേഷണൽ ഡിസീസസിന് എക്സാമ്പിൾസ് ആസ്ബറ്റോസിസ്, സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ്, അലർജി. ഇതൊക്കെ ഒക്യുപ്പേഷണൽ ഡിസീസസ് ആയിട്ട് പറയാവുന്ന കാര്യങ്ങൾ. ആസ്ബറ്റോസിസ് എന്ന് പറയുമ്പോൾ ആസ്ബറ്റോസ് ഷീറ്റ്, പണ്ടൊക്കെ നമ്മുടെ റൂഫിംഗ് ഷീറ്റ് ആയിട്ട് വളരെ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ആസ്ബറ്റോസിന്റെ ഷീറ്റുകളായിരുന്നു. അങ്ങനെ ആസ്ബറ്റോസിന്റെ ഷീറ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവിടുത്തെ പൊടിപടലങ്ങൾ മൂലം ഉണ്ടായേക്കാവുന്ന രോഗമാണ് ആസ്ബറ്റോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ സിലിക്കോസിസ്. സിലിക്ക, ഈ കരിങ്കൽ കോറികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന രോഗം. കരിങ്കലൊക്കെ ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു കണ്ടന്റ് സിലിക്കയാണ്. സിലിക്ക അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും അത് റെസ്പിറേറ്ററി എയറിലൂടെ അവിടുത്തെ ജോലിക്കാരിലേക്ക് എത്തുകയും അവർക്ക് സിലിക്കോസിസ് എന്ന ഡിസീസ് ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യും. ന്യൂമോകോണിയോസിസ്, ഇത് ഈ നമ്മളെ എന്താ പറയാ ചില ഖനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തൊക്കെ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന ഇടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ ക്യാൻസറിനെ നമുക്ക് ഒരു പരിധിവരെ ഓക്യുപേഷണൽ ഡിസീസ് ആയി കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ചില കമ്പനികൾ പുറത്തുവിടുന്ന അമിതമായ വളരെ മാരകമായ വിഷവസ്തുക്കൾ അവിടുത്തെ ജോലിക്കാരിലേക്ക് നിരന്തരമായി എത്തുകയും അവർക്കത് ഈ ഒരു തരം ക്യാൻസറായിട്ട് മാറാൻ കാരണമാവുകയും ചെയ്തിരിക്കാം.
അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഒക്യുപ്പേഷണൽ ഡിസീസസ് എന്ന് പറയുന്നത്. ഇതില് ആസ്ബറ്റോസിസ്, ന്യൂമോകോണിയോസിസ് ഒക്കെ നിങ്ങൾ നേരത്തെ കേട്ടിരുന്നതായതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു വിശദമായ ചർച്ചയ്ക്ക് ഇത് എടുക്കുന്നില്ല എന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാറ്റഗറി പോഷക ദൗർലഭ്യം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. പോഷകങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കിട്ടാത്തതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. ഓരോ പോഷകത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, നമുക്കറിയാം. ഓരോ പോഷകത്തിനും നമ്മുടെ ശരീരത്തിനകത്ത് ഓരോ ധർമ്മങ്ങളാണ്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ന്യൂട്രിയന്റ് നമുക്ക് വേണ്ട അളവിൽ കിട്ടാതെ വന്നാൽ അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ടാവും. ഈ കാറ്റഗറിക്ക് നമുക്ക് അങ്ങനെ പേര് കൊടുക്കാം, ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ ചർച്ച ചെയ്ത നൈറ്റ് ബ്ലൈൻഡ്നെസ്, സിറോഫ്താൽമിയ. ഇതൊക്കെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ്. വൈറ്റമിൻ ബി, ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ബി വായ ബാധിക്കുന്ന ബെറിബറി എന്ന രോഗത്തിന് കാരണമാകുന്നു. വൈറ്റമിൻ സി സ്കർവിക്ക് കാരണമാകുന്നു. വൈറ്റമിൻ സി സ്കർവി എന്ന ഡിസീസ് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. വൈറ്റമിൻ ഡി റിക്കറ്റ്സ് ഉണ്ടാവാൻ കാരണമാകുന്നു. കുട്ടികളുടെ കാലിന്റെ എല്ലിന്റെ വളവ് സംഭവിക്കാൻ കാരണം. ഇതുപോലെ ഓരോ ഡിസീസസ്, വൈറ്റമിൻ B12 അനീമിയ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു, വിളർച്ച ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രോട്ടീൻസ് ആവശ്യാനുസരണം നമുക്ക് കിട്ടാതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡിസീസസ് ആണ് ക്വാഷിയോർക്കർ ആൻഡ് മരാസ്മസ്. ഇതും പ്രോട്ടീനും അതുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുടെയും പോരായ്മ മൂലം ഉണ്ടായേക്കാവുന്ന, ശരിക്കും ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുമ്പോഴും അതിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് വരുന്ന രണ്ട് ഡിസീസസ് ആണ് ക്വാഷിയോർക്കർ ആൻഡ് മരാസ്മസ്. ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസി ഡിസീസ് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് ഡിസീസസ് ആണ് ക്വാഷിയോർക്കറും മരാസ്മസും. അപ്പൊ ഇങ്ങനെ ഓരോ ന്യൂട്രിയന്റിന്റെയും ഡെഫിഷ്യൻസി ഓരോ തരത്തിലാണ് നമ്മെ ബാധിക്കുന്നത് എന്നതാണ്. ഓരോ തരം രോഗങ്ങൾക്ക് അത് കാരണമാകുന്നത്. അതുകൊണ്ടാണ് ന്യൂട്രിറ്റീവ് ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മുടേത് എന്ന് പറയാനുള്ള കാരണം. ഒരേ ഫുഡ് തന്നെ നിരന്തരമായി കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഫുഡിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുമെങ്കിലും എല്ലാം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ എല്ലാം കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മൾ മത്സ്യ മാംസാദികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നിരന്തരമായിട്ട് എല്ലാം നമ്മുടെ ഡയറ്റിനകത്ത് നിരന്തരമായിട്ട് ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രം നമുക്ക് ഇത്തരത്തിലുള്ള ഡിസീസസിന്റെ ഒരു പോസിബിലിറ്റി മിനിമൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് രണ്ടുമാണ് നമുക്ക് മൈക്രോബ്സിലൂടെ അല്ലാതെ ഉണ്ടായേക്കാവുന്ന, നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള രണ്ട് തരം ഡിസീസസ് ആയിട്ട് പറയാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത രണ്ട് കാറ്റഗറിയുടെ പറഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് ജനറ്റിക് ഡിസീസസ് ആൻഡ് നാലാമത്തെ എന്താ പറയുക നമ്മള് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഈ രണ്ട് കാറ്റഗറിയാണ് അടുത്ത എപ്പിസോഡിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.